പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി അങ്ങയെ ആരാധിപ്പാൻ ബലഹീനരായ ഞങ്ങളെ നീ ഒരുക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥകളോടുകൂടെ തന്നെ കർത്താവ് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നിന്റെ മുൻപാകെ നിൽക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല എങ്കിലും കർത്താവ് നിന്റെ ആത്മാവിൻ്റെ നിറവിനാലും ശക്തിയാലും കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാൽ കർത്താവ് ഞങ്ങളെ നീ അതിനായി ഒരുക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നിന്നെ താഴ്ച സമർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്റെ ആലയത്തിൽ നിങ്ങളിരിക്കുന്നു. നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. സമസ്തത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ മഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 35-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 35. Oh
സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവും ആയിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവരുടെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ.
ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമഴ കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തുവേ സ്വഭാവികൾ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും നിങ്ങളിലേക്ക് തിരികെയും നിങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷയും വേദഭാഗങ്ങളും ഐക്യ ഞായർ കളിമൺ പാത്രങ്ങളിലെ നിധികൾ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ദർശനത്തെ ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങളുടെ ദൈവമേ, ഐക്യത്തോടെ അങ്ങേ ആരാധിക്കാൻ ഇടവരുത്തുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആരാധിക്കുന്ന ഒരു സമൂഹം ദൈവിക ശുശ്രൂഷകരെയും ദൈവജനത്തെയും വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആരാധനയിലെ ഐക്യം ലോകത്തിന് മുൻപാകെ ഒരു സാക്ഷ്യമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ സമയം വേദഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം മീഖ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ. മീഖ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ കേൾപ്പീൻ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പീൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്കാം. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവയെ യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ. യഹോവയ്ക്ക് തൻ്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മോഷിപ്പിച്ചു? എൻ്റെ നേരെ സാക്ഷീകരിക്കാം. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയുടെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക് ആലോചിച്ചതും ബയോരാമിൻ്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും സിത്തീം മുതൽ
ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റലിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 106, അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യം. 106-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്തു, നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങളുടെ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവനെ സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ
യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ചവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുകയും വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയ്ക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. വായിപ്പാൻ നിശ്ചയിച്ച് സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വചനധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 177-ാമത്തെ കീർത്തനം. ജ്ഞാനകീർത്തനങ്ങളിൽ 177.
പ്രത്യാശയായ ദൈവമേ, അങ്ങയുടെ ദിവ്യ തേജസ് ഞങ്ങളിലേക്ക് നൽകി പ്രകാശമുള്ളവരായി ജീവൻ്റെ അനുഭവമുള്ളവരായി കർത്താവേ, നിങ്ങളെ ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിലുള്ള ദൈവിക തേജസ്സിൻ്റെ അനുഭവം ജ്വലിപ്പിക്കുന്നവരായി ഓരോ ദിവസവും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന അനുഭവമുള്ളവരായി കർത്താവേ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. വചന കേൾവി അതിനായി ഞങ്ങളെ ശക്തീകരിപ്പാൻ, ഞങ്ങൾക്ക് ബലം നൽകുവാൻ നീ ഇട നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദിവ്യവചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. യഥാർത്ഥമായ ആരാധന എന്തെന്ന് കർത്താവെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ വചന കേൾവിയിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മൺപാത്രങ്ങളിലെ നിക്ഷേപം എന്നുള്ളതാണ്. യൂണിറ്റി സൺഡേ, ഐക്യ ഞായർ, ഇതിനോടനുബന്ധിച്ച വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മീഖ 8-ാം അധ്യായം 1 മുതൽ 8 വരെ, സങ്കീർത്തനം 106 1 മുതൽ 12 വരെ, പുതിയ നിയമവേദഭാഗം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ, സുവിശേഷ വേദഭാഗം മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തീയ സമൂഹത്തെ ആരാധനാ സമൂഹമായിട്ടാണ് അറിയപ്പെടുന്നത്. ദൈവത്തെ ആരാധിക്കുകയും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുകയും ഒന്നിച്ച് സമൂഹത്തിൽ ദൈവജനമായി സാക്ഷ്യത്തോടെ നിൽക്കുകയും ചെയ്യുന്ന അനുഭവം ഉള്ളവരാണ് ക്രിസ്തീയ സമൂഹം എന്നാണ് നമ്മുടെ വിശ്വാസവും ധാരണയുമൊക്കെ. ആരാധനയിൽ ഉണ്ടായിരിക്കേണ്ട ഐക്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഞായറാഴ്ച ചിന്തിക്കുവാനായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. ഐക്യ ഞായർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സഭയുടെ പൊതുവായ ആരാധനാ രീതികളെക്കുറിച്ച് പരിശോധിക്കുവാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ഒരു ലോക്കൽ ചർച്ചിലെ അവിടുത്തെ ആരാധനയെക്കുറിച്ചോ അതിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനൊന്നുമല്ല നമ്മൾ ശ്രമിക്കുന്നത്. വേദപുസ്തകം എന്താണ് ഇതിനെക്കുറിച്ച് നമ്മെ മനസ്സിലാക്കി നൽകുന്നത്, നമ്മോട് പറയുന്നത് എന്ന് കണ്ടെത്തുവാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഇന്നത്തെ ആരാധനകളൊക്കെ നമ്മളെ നോക്കുമ്പോൾ പരമ്പരാഗതമായ ആരാധന രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തതയുള്ള ആരാധനകൾക്ക് വേണ്ടി എപ്പോഴും ആളുകൾ ആഗ്രഹിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ ഒരു ആരാധന രീതി കണ്ടാൽ, നമുക്കത് ഇഷ്ടപ്പെട്ടാൽ അതിലേക്ക് ആകൃഷ്ടരായി ആ ആരാധനയിൽ സംബന്ധിക്കുക ഒരു വലിയ പതിവായിട്ട് ഇന്ന് തീർന്നിട്ടുണ്ട്. ആരാധനകളൊക്കെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയിലാണ് ഇന്ന് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതായത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കി ഒരു സർവേ ഒക്കെ നടത്തി ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി പല പ്രായത്തിലുള്ളവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ആരാധനകൾ പ്രൊഡക്റ്റായിട്ട് നൽകുന്ന സർവീസ് സെൻറ്റേഴ്സായിട്ട് സഭകൾ ഇന്ന് മാറി എന്നുള്ളതാണ്. പല മോഡിഫിക്കേഷൻസും വരുത്തി പല കാറ്റഗറിയായിട്ട് തിരിച്ച് ഇങ്ങനെ ആരാധനകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് പലപ്പോഴും കാണുന്നത് എന്നുള്ളത് പല ആരാധനകളെയും നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോഷണലായി സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന, തൃപ്തി ലഭിക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനെയുള്ളൊരു ഫൈനൽ പ്രൊഡക്റ്റാണ് ഈ ദേവാലയത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. വന്നിരുന്നാൽ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, ഇമോഷണലായിട്ട് നമുക്കൊരു തൃപ്തി കിട്ടണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇന്ന് ദൈവജനം ദൈവത്തെ ആരാധിക്കുവാൻ ആലയങ്ങളിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്.
ഓരോരോ പ്രായക്കാരെയും ആകർഷിക്കുവാനുള്ള പലതരത്തിലുള്ള ആകർഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും പരസ്യങ്ങളായി കൊടുത്ത് അവരെ ആകർഷിച്ച് അതിൽ കൊണ്ടുവന്ന് ഈ ആരാധനയിൽ സംബന്ധിപ്പിക്കുക. ഇങ്ങനെയൊക്കെ പോയാൽ എവിടെയായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം? ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമൊക്കെയും അനുസരിച്ച് ഈ ആരാധനാ രീതികൾക്കും അതിനകത്തുള്ള അനുഭവങ്ങൾക്കൊക്കെയും വ്യത്യാസം വന്നാൽ, വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, അവരവരെ സാറ്റിസ്ഫൈ ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഇതിനെവിടെയാണ് ഒരവസാനം ഉണ്ടാവുക? നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഒരു തരത്തിലും ഇതിനൊന്നൊരു അവസാനം ഉണ്ടാകുകയില്ല. ഒന്നിൽ തൃപ്തരായില്ലെങ്കിൽ തൃപ്തി കിട്ടുന്ന മറ്റൊന്നിലേക്ക് പോകുവാനായിട്ട് ഇടയാകും എന്നുള്ളതാണ്. ഒരു സഭയിലുള്ള ആരാധനയിൽ തൃപ്തി ലഭിക്കുന്നില്ലെങ്കിൽ തൃപ്തി ലഭിക്കുന്ന ആരാധന അന്വേഷിച്ച് അവിടെ ചെന്ന് തൃപ്തി ലഭിക്കുക എന്നുള്ളതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവാരാധന സാധ്യമാവുക? ഇതിലെവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറയുവാനായിട്ട് കഴിയുക? ഓരോരോ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രൂപീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഈ ആരാധനകൾക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, ദൈവജനം യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, ദൈവം ആരാധിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെയും സംശയത്തോടെ മാത്രമേ നമുക്ക് നോക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകൾ, പല പല സഭകൾ, പല പല ആരാധന, വ്യത്യസ്ത രീതിയിലുള്ള ആരാധനകൾ നയിക്കുന്നവരൊക്കെയും പരസ്പരം യാതൊരു തരത്തിലുള്ള ഫെലോഷിപ്പും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നഗ്നമായ സത്യം. നമ്മുടെ ഈ ജില്ലയ്ക്കകത്ത് തന്നെ നോക്കിയാൽ മതി, എത്ര പുതിയ സഭകളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ഈ സഭാ നേതൃത്വങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സ്നേഹമോ ഐക്യമോ പരസ്പരമുള്ള ഫെലോഷിപ്പോ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഭവനത്തിൽ തന്നെ പല സഭകളിൽ പോകുന്ന ആളുകൾ, അപ്പനായിക്കോട്ടെ മക്കളായിക്കോട്ടെ, പരസ്പരം സ്നേഹത്തിന് അനുഭവം നഷ്ടപ്പെട്ടു പോകുന്ന യഥാർത്ഥമായ അനുഭവങ്ങളാണ് ഇന്ന് ഈ നമ്മുടെ ഇടയിലൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം പോരാടുവാൻ, പരസ്പരം എൻ്റേത് നല്ലത്, നിൻ്റേതിനേക്കാൾ നല്ലതാണ് ഇവിടെ, നിൻ്റേതിനേക്കാൾ നല്ല മെസ്സേജാണ് ഇവിടെ, നല്ല പാട്ടുകളാണ് ഇവിടെ എന്ന് പറയുന്നൊരു അനുഭവത്തിലേക്ക്, ജനങ്ങളെ വ്യത്യസ്തരാക്കുന്ന അനുഭവത്തിലേക്കൊക്കെ ഇത് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായിരിക്കണം യഥാർത്ഥ ആരാധന? നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കുമ്പോൾ, നമ്മിലേക്ക് നാം നോക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മോടുള്ള അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. നാം ചുറ്റുപാട് നോക്കുമ്പോൾ, എന്നിലേക്ക് നോക്കുമ്പോൾ, ചരിത്രത്തിലേക്കോ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ദൈവസ്നേഹത്തിലാണെന്ന് നമുക്കവിടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തുടർച്ചയാണ് നാം ഓരോരുത്തരും ഇന്ന് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ദൈവസ്നേഹവും കരുണയും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്ത് ഇന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല എന്ന് ഈ കൊറോണയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മഹത്തരമായ അനുഭവങ്ങളിലൂടെ, ഭയാനകരമായ അനുഭവങ്ങളിലൂടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു നാം തിരിച്ചറിയുമ്പോൾ ഈ ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉണ്ടാകേണ്ടതായ താഴ്മയും വണക്കവും ഭയവുമാണ്, ഭക്തിയുമാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുവാനായിട്ട് സാധിക്കുക. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മെ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ മനുഷ്യരെ മുഴുവനും ചരിത്രത്തിൽ കാലഘട്ടങ്ങളിലൂടെ മനുഷ്യനെ നടത്തിയ ദൈവം, ആ ദൈവം ഇന്നും നമ്മെ നടത്തുന്നു. ആ ദൈവം എന്നെ കരുതുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ നിലനിർത്തുന്നു, എന്നെ പരിപാലിക്കുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുണ്ടാകേണ്ടതായിട്ടുള്ള ദൈവത്തോടുള്ള ഭക്തിയും ഭയവും വണക്കവുമാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മെ ആരാധനയ്ക്കായിട്ട് നമ്മെ കൊണ്ടുവരുന്ന മോട്ടീവ് എന്ന് പറയേണ്ടത്. നമ്മെ മുന്നോട്ട് നയിക്കേണ്ട ശക്തി അതുതന്നെ ആയിരിക്കണം. ആരാധനയ്ക്കായി നമ്മെ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ട ശക്തി ഈ ഒരു ചിന്തയായിരിക്കണം എന്ന് ആമുഖമായി ഇതിനോട് ചേർത്ത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട്
ഈ ദൈവം എന്നെ കരുതുന്നു, ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അതുകൊണ്ട് ഞാൻ ഭയഭക്തിയോടെ, സ്നേഹത്തോടെ, നടുക്കത്തോടെ, വണക്കത്തോടെ ഈ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നു. അതാണ് യഥാർത്ഥമായ ആരാധന എന്ന് നമുക്ക് ഒറ്റവാക്കിൽ ഇതിനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ആരാധനയുടെ പൊതുവായ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ആരാധനാ മനോഭാവം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ വളരെ വ്യക്തമായിട്ട് നാം ആരാണ്, നാം എങ്ങനെയുള്ളവരാണ് എന്നതിനെക്കുറിച്ച് വേദപുസ്തകം ഈ ദൈവദാസനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നിരിക്കുന്നു. 9-ാം വാക്യം: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ദർശനം എന്താണെന്ന് ചോദിച്ചാൽ, നാം ഓരോരുത്തരും ഒരു ആത്മീയ ഗൃഹം പണിയപ്പെടുന്നതിനുള്ള ജീവനുള്ള കല്ലുകളാണ്. ഈ കല്ല് ഒന്നിൻ്റെ മേളിൽ ഒന്ന് വെച്ചിട്ടല്ലാതെ ഈ ആത്മീയ ഗൃഹം ഇവിടെ പണിയപ്പെടുവാനായിട്ട് സാധ്യമല്ല. ഒരു കല്ല് മറ്റൊന്നിൻ്റെ മേളിൽ എപ്രകാരം ഇരിക്കുന്നുവോ, അത് ഉറപ്പുള്ളതായി ചേർന്നിരിക്കുന്നുവോ, അതിന് ശക്തി കൂടുന്നു, അതിനനുസരിച്ച് ഈ ആത്മീയ ഗൃഹത്തിന് ശക്തി വർദ്ധിക്കും, ഉറപ്പ് വർദ്ധിക്കും എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കല്ല് കല്ലിനോട് യോജിക്കാതിരുന്നാൽ, ഒന്നിനോട് തൊടാതിരുന്നാൽ എങ്ങനെയാണ് ആത്മീയ ഗൃഹം ഇവിടെ സാധ്യമാവുക? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ആത്മീയ യാഗം കഴിപ്പാൻ വിശുദ്ധ പുരോഹിത വർഗമായി നമ്മെ നിയമിച്ചിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് നാം. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് നാം ചിന്തിച്ചു വരുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾ വിശേഷതയുള്ളവരാണ്, നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. ഒരു ആത്മീയമായ ഗൃഹം ദൈവം പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിലെ ഒരു കല്ലാണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു ചുമതല നിങ്ങൾക്ക് വഹിപ്പാനായിട്ടുണ്ട്. ഒരു വലിയ ചുമതല ഈ ലോകത്ത് നിങ്ങൾക്ക് നിർവഹിക്കുവാനായിട്ടുണ്ട് എന്ന് പറയുന്നു. 2 പറയുന്ന ഒരു പുരോഹിതന്റെ ശുശ്രൂഷകളെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിനും ജനത്തിനും മധ്യത്തിൽ നിൽക്കുന്ന ഒരു പുരോഹിതന് ഒരു ആത്മീയ യാഗം കഴിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്ത് വേർതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം അവിടെ പറയുന്നു: നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട. എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന്, നാം എവിടെയായിരുന്നു? അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാനായി നമ്മെ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാക്ഷ്യത്തിന് അനുഭവമുള്ളവരായി ലോകത്ത് നിൽക്കുവാൻ നമ്മെ ദൈവം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ആത്മീയ ഗൃഹം പണിയുന്നതിനുള്ള കല്ലുകളായി വിശേഷപ്പെട്ട അനുഭവമുള്ളവരായി ദൈവം നമ്മെ നിശ്ചയിച്ചിരിക്കുക. ഒരു ആത്മീയ യാഗം കഴിക്കുന്ന ഒരു പുരോഹിതന്റെ അനുഭവമുള്ളവരായിട്ട് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, നഷ്ടപ്പെട്ടു പോകാമായിരുന്ന അനുഭവത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്ത ജനമാണ് എന്ന് ഇവിടെ പറയുക. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ സ്വന്ത ജനമായി തീർന്നിരിക്കുന്നു. ജനമല്ലാത്തവരെ ജനമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി എന്നുള്ളതാണ്.
ജനമല്ലാതിരുന്ന ഇസ്രായേൽ ജനത്തെ അവൻ്റെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, മരണകരമായ അനുഭവത്തിൽ നിന്നും, പീഡനത്തിൽ നിന്നും, മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്നുമൊക്കെയും, യോർദാന്റെ മരണകരമായ അനുഭവങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ച് ദൈവം അവരെ ജീവൻ അനുഭവം ഉള്ളതിലേക്ക് കൊണ്ടുപോയ അനുഭവം നമുക്ക് മുൻപിലുണ്ട്. ഈ അനുഭവത്തിലൂടെ ദൈവം നമ്മെ നടത്തുന്നു എന്ന ചിന്ത ഇതിൽ അടങ്ങിയിരിക്കുക. മുൻപേ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ നിങ്ങൾ കരുണ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പറഞ്ഞു വന്നപ്പോൾ അവിടെ പറഞ്ഞത്, പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി പറയുന്നു, അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ശരീരത്തെയും മനസ്സിനെയും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള അനുഭവമുള്ളവരായി സമർപ്പിക്കുവാനാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കേണ്ടതും രൂപാന്തരപ്പെടേണ്ടതിനും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരവും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായും അർപ്പിപ്പിൻ. ആദ്യം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധ പുരോഹിത വർഗമായി വിശുദ്ധ യാഗം കഴിക്കണം. ഇവിടെ പറയുന്നു, നിങ്ങളെ തന്നെ യാഗമായി അർപ്പിക്കുവിൻ. ഒരു പടി കൂടെ ഉയരത്തിലേക്ക് പോയി നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുവാൻ ഇവിടെ പറയുക. ലോകത്തെയല്ല നോക്കേണ്ടത്, ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ആരാധന. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിച്ചു കേട്ടു. അവിടെയും വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിതാനുഭവം ആയിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പറയുന്നു. 8-ാം വാക്യം 6-8, മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അവിടെ പറയുന്നത് 1000 യാഗങ്ങളെക്കാളും തൈലനദികളെക്കാളുമൊക്കെ ഞാൻ പ്രസാദിക്കുന്നത് ദൈവത്തിന് മുൻപാകെ താഴ്മയോടെ നടപ്പാനും ദയാതൽപ്പനായിരിക്കാനും ന്യായം പ്രവർത്തിപ്പാനുമാണ് എന്ന് മീഖാ 6-8 വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ പ്രസാദകരമായ ഒരു ജീവിതം ചെയ്യുവാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുക. അതാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആരാധനയിൽ ഐക്യത്തിന് അനുഭവം ഉണ്ടാകണമെങ്കിൽ, പരസ്പരമുള്ള ഐക്യമുണ്ടാകണമെങ്കിൽ, സഭയിൽ ഐക്യമുണ്ടാകണമെങ്കിൽ, ഭവനങ്ങളിൽ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ, യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കണം എന്നാണ് ഇവിടെ 2 ഭാഗങ്ങളിലും, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നു, മനുഷ്യരോട് നിങ്ങൾ ദയയുള്ളവരായിരിക്കുക. 1. 2, നിങ്ങൾ നീതി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ന്യായം ചെയ്യുക, മറ്റുള്ളവരെ കരുതുക. 3, ദൈവം മുൻപാകെ താഴ്മ ധരിക്കുക. ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ താഴ്മയുള്ളവനായി ആരാധനയിൽ വരുമ്പോൾ മാത്രമാണ് ദൈവത്തിന് ആരാധന സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക. ഈ ഭൂമിയിലെ മനുഷ്യജീവിതം ദൈവത്തിന് മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആരാധനയ്ക്ക് ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല നാം താഴ്മയുള്ളവരായിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലുടനീളം താഴ്മയുള്ള അനുഭവത്തിൽ നിലനിൽക്കണം എന്ന് മീഖാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും.
2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതലുള്ള വാക്യം നമ്മൾ പുതിയ നിയമ വേദഭാഗം വായിച്ചു കേട്ടു. ഇവിടെ പറയുന്നു, എങ്കിലും ഈ ശക്തി അത്യന്തമായ ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം എന്നത്രേ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഏതാണ് ഈ ശക്തി? 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴും മനസ്സിലാക്കും. അതിന് മുൻപുള്ള ഭാഗങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്, അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്നത്. എന്താണ് ഞങ്ങളുടെ ഈ മൺപാത്രങ്ങളിൽ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്തികമായ ശക്തിയുടെ നിക്ഷേപം? അവിടെ പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചമാണ് ഈ മൺപാത്രങ്ങളിൽ നൽകിയിരിക്കുന്ന നിക്ഷേപം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതങ്ങളിൽ ഉള്ളവരാകുന്നുവെങ്കിൽ നാം ശക്തിയുള്ളവരാകുന്നു എന്ന് ഇവിടെ പറയുന്നു. ദൈവം വെളിച്ചമാകുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവത്തിൽ നിന്ന് ഉരുവായ പുത്രനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു പ്രകാശമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ തേജസ്സിൻ്റെ പ്രകാശം, അതിൻ്റെ അറിവ്, അതിൻ്റെ പൂർണ്ണത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എങ്കിൽ നാം പ്രകാശമുള്ളവരായിത്തീരുന്നു. അത് വെറും മൺപാത്രങ്ങളിലാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മൺപാത്രങ്ങളിൽ ഉൾക്കൊള്ളുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അംശമാകുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ തേജസ്സിൻ്റെ അനുഭവം ഇല്ലെങ്കിൽ ആരാധന സാധ്യമാവുകയില്ല. ഓരോരുത്തരും എത്രയെത്ര നിരൂപിച്ചാലും, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയർന്നാലും നാം മൺപാത്രമാകുന്നു എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതിന് മഹത്വം കൈവരുന്നത് ദൈവത്തിൻ്റെ തേജസ് വന്നു നിറയുമ്പോഴാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരാധന പല കാര്യങ്ങളായി ഇവിടെ നമ്മെ ഓർമ്മിപ്പിച്ചത്. ഇവിടെ പറഞ്ഞു, ദൈവത്തിൻ്റെ തേജസ്സുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് യഥാർത്ഥമായ ആരാധനയാണ്. മീഖാ പ്രവാചനത്തിൽ പറഞ്ഞതുപോലെ താഴ്മയുള്ള അനുഭവം ഉണ്ടെങ്കിൽ, ദൈവത്തിന് മുൻപാകെ താഴ്മയുള്ള അനുഭവം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ ആരാധനയാണ്. മറ്റുള്ളവരോട് ദയ കാണിപ്പാൻ സാധിക്കുന്നുവെങ്കിൽ, ന്യായം പ്രവർത്തിപ്പാൻ സാധിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥമായ ആരാധനയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന അനുഭവമുള്ളവരായിത്തീരണമെങ്കിൽ നാം ദിനംതോറും രൂപാന്തരപ്പെടണമെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവമുള്ളവരായി, യഥാർത്ഥ ആരാധനയുടെ അനുഭവമുള്ളവരായി തീരുവാൻ നമുക്ക് ദൈവമുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. നാം എവിടെയായിരിക്കുന്നു? നാം എന്തായിത്തീരണം? ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയുടെ അനുഭവമുള്ളവരായിത്തീരണം എന്നുണ്ടെങ്കിൽ നാം എന്തായിത്തീരണം എന്ന് വചനം വ്യക്തമായി ഈ വേദഭാഗങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. നാം നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് യഥാർത്ഥ ആരാധനാനുഭവമുള്ളവരായി ഈ ലോകത്ത് ജീവിപ്പാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ നൽകണമേ. അനുദിനം പുതുക്കപ്പെടുന്ന അനുഭവത്തിൽ, രൂപാന്തരപ്പെടുന്ന അനുഭവത്തിൽ, മറ്റുള്ളവരുടെ ദയയും ന്യായവും പ്രവർത്തിക്കുന്ന അനുഭവമുള്ളവരായിരിക്കാനും, ദൈവം മുൻപാകെ താഴ്മയുള്ളവരായിരിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ യഥാർത്ഥമായ ആരാധന ഞങ്ങളുടെ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് ആരംഭിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവേ, ലോകത്തിന് നിന്നെ കാണിച്ചു കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സാക്ഷ്യമുള്ള അനുഭവത്തിനായി ഞങ്ങളെ ഒരുക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. നിത്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചെല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനെ അജ്ഞാതനായ പുത്രനായ ദൈവകർത്താവായ യേശു ക്രിസ്തുവിനെ സർവ്വലോകവും പിതാവും ജനിക്കുന്നത് ദൈവത്തിൽ ദൈവം സത്യദൈവം സത്യദൈവം പിതാവിന്റെ ഏകത്വമുള്ള അവനായ മനുഷ്യരായ നമുക്കും രക്ഷിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ
നടത്തപ്പെട്ടു. തിരുവഴുത്തിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കാത്തിരിക്കുന്നു. അഞ്ചുകളെയും മരിച്ചവരെയും ഞാൻ മഹത്വപ്പെടുമെങ്കിൽ രാജ്യത്തിന് അവസാനം കർത്താവ് ജീവിക്കുന്നു. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുത്തണം. പ്രവാചകരുടെ പറയച്ചതമായ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. പാപവാനത്തിലുള്ള ദൈവക്രീസിനെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചിട്ടും ഞാൻ കാത്തിരിക്കുന്നു. സഭകരിക്കാം. സഭയെ അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ സഭയെ അറിയിക്കുന്നതാണ്. ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഹൃദയമായ നന്ദി സ്നേഹവും അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക് നന്ദി അറിയിക്കുന്നു. സഭയും സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനുമായിട്ട് ഞാൻ നന്ദി പറയട്ടെ. കഴിഞ്ഞ ആഴ്ച, അതായത് 8-ാം തീയതി, നമ്മുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വളരെ ലളിതമായ ആരാധനയിൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ഈ ആരാധനയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ലേലം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്നത്തെ ആരാധന കഴിഞ്ഞു കുറച്ച് സാധനങ്ങളുടെ ലേലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കട്ടെ. അതുപോലെ കവർ കളക്ഷൻസ്, കുറച്ച് കവറുകളൊക്കെയും തിരികെ ലഭിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം ആളുകൾ കവറുകളൊക്കെയും നൽകുവാനുണ്ട്. ദയവായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ അത് സമർപ്പിക്കുവാൻ, എത്രയും പെട്ടെന്ന് തന്നെ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ആർക്കെങ്കിലും കവർ ലഭിക്കാനുണ്ടെങ്കിൽ അതും അറിയിക്കണമേ എന്നും ഓർപ്പിക്കുന്നു. ഉപേക്ഷ വിചാരിക്കാതെ, ഹാർവെസ്റ്റ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കാതെ ഇനിയുള്ള ആഴ്ചകളിൽ, എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് അത് സമർപ്പിക്കാവുന്നതാണ്. ഒന്നുകിൽ ദേവാലയത്തിൽ നേരിട്ട് വന്ന് ഇവിടെ സമർപ്പിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി സമർപ്പിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ ഫോൺ ചെയ്ത് അറിയിച്ചാൽ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്നതാണ് എന്നുകൂടെ അറിയിക്കട്ടെ. അതുപോലെ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. കുടിശ്ശികകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അതും അടച്ചു തീർക്കണമേ എന്ന് ഓർപ്പിക്കും. നമ്മുടെ വാർഷിക ക്ലോസിംഗ് എന്ന് പറയുന്നത് ഡിസംബറാണ് നമ്മൾ സഭയുടെ കണക്ക് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാസവരികളും മറ്റു കുടിശ്ശികകളും ഒക്കെ ഉള്ളത് ദയവായിട്ട് ഡിസംബറിന് മുമ്പായി തന്നെ, അതിൻ്റെ അവസാനത്തെ ദിവസത്തിന് മുൻപായി തന്നെ അടച്ചു തീർക്കണമേ എന്ന് അറിയിക്കട്ടെ. ആഴ്ചകളിൽ ഇട ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും നിങ്ങൾ സഹകരിക്കണമേ എന്ന് അറിയിക്കുന്നു. ബുധനാഴ്ച ദിവസം വൈകിട്ട് 7:30-ക്കും, ഞായറാഴ്ച വൈകിട്ട് 6:30-നും, വെള്ളിയാഴ്ച സ്ത്രീജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ കാലത്ത് 10 മണിക്കും പ്രാർത്ഥനകൾ ഓൺലൈനായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 7:30-ക്ക് യൂത്ത് ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയും നടക്കുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങളുടെ സഹകരണങ്ങൾ, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് ഞാൻ താഴ്മയായിട്ട് ഓർപ്പിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ സഭയിലെ പ്രയാസങ്ങളിലൂടെ രോഗികളായിരിക്കുന്നവരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് പ്രത്യേകം ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നിങ്ങൾ ഓർക്കണമേ എന്നറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോർജ് എൽ എഡ്വേർഡ് ആ കുടുംബത്തെയും അദ്ദേഹത്തെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. മിസ്റ്റർ ആൽബർട്ട് രാജ് ഫാമിലി കുടുംബമായി പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നപേക്ഷിക്കുന്നു. മിസ്റ്റർ അസറിയ KS ആ കുടുംബത്തെയും ദൈവകരങ്ങളിൽ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. KA ജോസഫ് അങ്കിളിൻ്റെ കുടുംബത്തെയും ആൻറ്റിയെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നറിയിക്കുന്നു. ഡോക്ടർ D. തോമസ് അദ്ദേഹത്തെയും കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. മറ്റു കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, കഴിഞ്ഞ ആഴ്ചയുമൊക്കെ അനൗൺസ് ചെയ്ത ആളുകളുടെ പേരുകളുണ്ട്. അവരൊക്കെയും നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞാൻ താഴ്മയായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേയും വിവാഹ വാർഷികവും ആഘോഷിച്ചവരുടെ പേര് വിളിക്കുന്നു. അവർക്ക് ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും നൽകി അവരെ ദൈവം പുലർത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട്
ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആഘോഷിച്ചവർ ജയ വർഗീസ് ജോൺ, ജോന ലീല കോശി, ജോയൽ നിബു ജേക്കബ്, മരീന ജോൺ, ജോൺസൺ ഇട്ടിഐ, ശോശാമ എം ജെ, തോമസ് പണിക്കർ, നിറ്റ്സ മെറിൻ നിജു, റെനി പി ജോർജ്, സക്കറിയ ജോർജ്, ഹെൻറി ജോൺസൺ, ജേക്കബ് ടി സി, ജിജോ ജോർജ്, ശോഭ അനൂപ് മാത്യു, ജോർജ് കെ ഐ, റിച്ച ആൻഡ് ജോൺ, ജേക്കബ് ജോൺ, നവീൻ മോസസ് പാവമണി, നവനീത് ചെറിയാൻ സിറിൽ, ഷെമിൻ അസറിയ, ബിജു കുര്യൻ ജേക്കബ്, നോവ എബ്രാം, റെനി ജേക്കബ്, കുഞ്ഞമ്മ ജോൺ. വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ചിട്ടുള്ളവർ മിസ്റ്റർ ജേക്കബ് ജോൺ ആൻഡ് മിസ്സിസ് ജീവ മേരി ജേക്കബ്, മിസ്റ്റർ അനിൽ ജോൺ ആൻഡ് മിസ്സിസ് ജി ജി അനിൽ, മിസ്റ്റർ റോണി രാജൻ ആൻഡ് മിസ്സിസ് അനുപ്രഭ റോണി, മിസ്റ്റർ അശ്വിൻ റസൽ രാജ് ആൻഡ് മിസ്സിസ് ജനിഷ അശ്വിൻ, മിസ്റ്റർ ക്രിസ്റ്റി ഡി മാനുവൽ ആൻഡ് മിസ്സിസ് സുനുഷ ക്രിസ്റ്റി, മിസ്റ്റർ അജിത് സാം ജോസഫ് ആൻഡ് മിസ്സിസ് റാണി ഗ്രേസ് അജിത്. പ്രാർത്ഥനാ ഗാനമായ കൺവെൻഷൻ പാട്ട് പുസ്തകത്തിലെ 50-ാമത്തെ പാട്ട്. സ്നേഹിക്കുന്ന ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും നടത്തിപ്പിനുമായി ഞങ്ങൾ നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഓരോ ദിവസവും ഞങ്ങളുടെ ചുവടുകളെ കർത്താവേ വീഴ്ചയിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ വിടുവിച്ച് ക്ഷേമത്തോടെ സൂക്ഷിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ചുറ്റും കർത്താവെ വലയം ചെയ്യുന്നതായിട്ടുള്ള അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളെ ആശീർവദിച്ച് ദിനംതോറും തുടർന്നും പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയിരിക്കുന്നല്ലോ. പ്രയാസങ്ങളുടെ മധ്യത്തിലെ കർത്താവെ
കൂരിരുളിൻ്റെ അനുഭവങ്ങളിൽ, വലിയ കർത്താവെ അപകടങ്ങളുടെ മധ്യത്തിൽ, രോഗങ്ങളുടെ മധ്യത്തിലൊക്കെയും നീ ഞങ്ങളെ രക്ഷിച്ച് പരിപാലിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അതിനൊക്കെ തരണം ചെയ്യുവാൻ, നേരിടുവാൻ ശക്തിയില്ലാത്തവരാണ്. വിശ്വാസത്തിൽ കുറവുള്ളവരാണ്. എങ്കിലും കർത്താവെ അങ്ങയുടെ നീട്ടിയ ഭുജത്താലും ബലമുള്ള കരത്താലും നീ ജനത്തെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നയിച്ചതുപോലെ ഞങ്ങളെയും കർത്താവെ നീ നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിയുടെ പേര് വിളിച്ച എല്ലാ പ്രിയമുള്ളവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയിൽ നിന്ന് കർത്താവെ അവർ പ്രാപിച്ച അനുഗ്രഹങ്ങൾ, നന്മകൾ അത് മറ്റൊരു ഇടത്തിൽ നിന്നും മറ്റൊരാളിൽ നിന്നും കർത്താവെ മറ്റൊരു ശക്തിക്ക് നൽകുവാൻ സാധിക്കാത്തതാകുന്നുവല്ലോ. ആയുസ്സിൻ്റെ മഹത്തരമായ അനുഭവം കൊണ്ട് നീ അവരെ ആശീർവദിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പലവിധമായ നന്മകൾ കൊണ്ട് നീ അവരെ നിറച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ അവർ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുക. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർത്താവെ അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെയും കർത്താവെ അവരുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള നന്മകളെയും നീ അവർക്ക് നൽകണമെന്ന് യാചിക്കുന്നു. നിന്നിൽ നിന്നല്ലാതെ ശാശ്വതമായ അനുഗ്രഹങ്ങളും നിറവുകളും ഞങ്ങൾക്ക് ലോകത്തെ പ്രാപിപ്പാൻ സാധ്യമല്ല. ഞങ്ങളെ അധ്വാനങ്ങളെയൊക്കെയും അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന, ശാശ്വതമായ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന, ഞങ്ങളുടെ പ്രയത്നങ്ങളൊക്കെയും വൃഥാവായി തീരാതെ ഫലമുള്ളതാക്കി തീർക്കുന്ന അങ്ങയുടെ വലിയ പ്രവർത്തനം പ്രിയമുള്ളവരെ അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നീ സഹായം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സംരക്ഷണയാൽ അവരെ അനുഗ്രഹിക്കണം. നീ അവരെ വലയം ചെയ്യണമേ. അവർക്ക് കോട്ടയും കാവലുമായിരിക്കണം പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രയാസങ്ങളിലിരിക്കുന്നവർക്ക് കർത്താവ് വിടുതലും ആശ്വാസവും ലഭിക്കാനും, സങ്കടങ്ങളിൽ ഇരിക്കുന്നവർക്ക് അവരുടെ കണ്ണുനീരൊക്കെയും കർത്താവിനെ മാറ്റുവാനും നീ ഇട നൽകണം എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കുന്നു. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയായി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വിവിധ അനുഭവങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. പ്രയാസങ്ങളിലായിരിക്കുന്നവർക്ക് നീ തുണ നൽകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ കൂട്ടായ്മ നൽകിയിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. അനാഥരായി കൈവിടാത്ത കർത്താവെ, ഏകരായി വിടാത്ത അങ്ങയുടെ ദിവ്യമായ സ്നേഹത്താൽ എൻ്റെ ദാസരെ നീ ഓരോരുത്തരെയും നടത്തുന്നതോർത്ത് സ്തോത്രം. നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ജോലി കാര്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങളെ, നന്മകളെ നൽകണമേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നീ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കത്തക്കതായിട്ടുള്ള ജോലിയൊക്കെ നൽകി അനുഗ്രഹിക്കണം. അവരുടെ കുടുംബജീവിതത്തേക്ക് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ എവിടെയൊക്കെയും കർത്താവെ നിന്റെ ആത്മാവിനാൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ആശ്വാസവും സമാധാനവും നിരപ്പും നീ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽപ്പാൻ, സാക്ഷ്യമുള്ള അനുഭവത്തിൽ നിൽപ്പാൻ കർത്താവെ എല്ലാ വ്യക്തികളെയും കുടുംബജീവിതങ്ങളെയും പ്രിയപ്പെട്ടവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വേർപാടിൻ്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ നീ ആശ്വാസവും സമാധാനം നൽകണമേ. ദൂരദേശങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അവരും അനുഭവിപ്പാനിടയാക്കണമെന്ന് യാചിക്കുന്നു കർത്താവെ. കോവിഡിൻ്റെ പ്രയാസത്താൽ കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ ഓർക്കുന്നു കർത്താവെ. നിൻ്റെ സംരക്ഷണയാൽ അവരെ നീ ആശീർവദിച്ചു കൊള്ളണമേ. നിൻ്റെ കൃപയിൽ അവരെ പൊതിഞ്ഞുകൊള്ളണമെന്ന് യാചിക്കുന്നു കർത്താവെ. നിൻ്റെ സന്നിധിയിൽ നീ അവരെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നിൻ്റെ സംരക്ഷണയിൽ നീ അവരെ സൂക്ഷിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മറ്റ് ആവശ്യങ്ങളും ഭാരങ്ങളും ഉള്ളവരെല്ലാവരും ഞങ്ങൾ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. പലവിധമായ ആകുലതകളാൽ കർത്താവെ ഇന്ന് ഈ ആലയത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നീ ഞങ്ങളെ കാണുന്നത് ഓർത്ത് സ്തോത്രം കർത്താവെ. ഞങ്ങൾ നിന്നെ കാണുവാൻ ശ്രമിക്കുന്നുവെങ്കിലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ കർത്താവ് നീ ഞങ്ങളെ കാണുകയും അറിയുകയും ചെയ്യുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. നീ ഞങ്ങൾക്കായിട്ട് കരുതിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നല്ലവനായ ദൈവത്തിൻ്റെ കരുതലിലും കരുണയിലും ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ കർത്താവ്. മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെയൊക്കെയും ഞങ്ങൾക്ക് വസിപ്പാൻ തക്കവണ്ണം നീ ശുദ്ധീകരിച്ച് നിൻ്റെ കർത്താവെ ആ വലിയ കൂട്ടായ്മയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാനുള്ള ഒരു അനുഭവം നീ നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. അനുകൂലമായ കാലാവസ്ഥയൊക്കെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിൻ്റെ സംരക്ഷണയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണം. എല്ലാ പ്രയാസങ്ങളും ഞങ്ങളെ കാത്തുകൊള്ളണം നീ യാചിക്കുന്നു കർത്താവെ. ഞങ്ങൾ ജീവിക്കേണ്ട വിധത്തിൽ ജീവിപ്പാൻ കർത്താവ്, ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ കർത്താവെ, ദൈവം മുൻപാകെ താഴ്മയുള്ളവരായിരിക്കാനും മനുഷ്യരോട് കരുണയും ദൈവമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മൺപാത്രങ്ങളാകുന്നു എന്ന ബോധ്യത്തിൽ നിലനിൽപ്പാൻ ഞങ്ങൾക്കിടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള അങ്ങയുടെ ആ വലിയ പ്രകാശത്തിൻ്റെ അനുഭവം ജ്വലിപ്പിക്കുന്നവരായിരിക്കാൻ
ഞങ്ങളെ നീ സഹായിക്കണം. അങ്ങനെ ഒരു സാക്ഷ്യത്തിന് അനുഭവം അനേകരെ കർത്താവെ നിന്നെ കണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിന്നെ കണ്ടതിനെ സ്തുതിക്കുന്ന അനുഭവം നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. നീ സർവ്വതും കേൾക്കുന്നത് ഓർത്ത സ്തോത്രം. ഞങ്ങൾ കർത്താവ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. അപ്പോൾ ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് ബലനായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിന് അംശികളുമാകുന്നുവല്ലോ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദാനാർപ്പണത്തിന് മുൻപായ കൺവെൻഷൻ പാഠപുസ്തകത്തിലെ 276 പാട്ട്, കൺവെൻഷൻ പാഠപുസ്തകത്തിലെ 276 പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് ദാനാർപ്പണത്തിനുള്ളവർ ദയവായിട്ട് മുന്നോട്ട് വന്ന് മുൻപിൽ വെച്ചിരിക്കുന്ന ഈ കാണിക്ക സഞ്ചയിൽ ദാനം അർപ്പിക്കാവുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു.
നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പൊതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകൂട്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായും ഞങ്ങൾ ചീണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാൻ ഞങ്ങളെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകും വഴിപാടും പ്രതിശാന്തി തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം നിന്റെ വിലയേറെ മരണത്തെ കുറിച്ച് ഇടപെടാതെയുള്ള ഓർമ്മയെ നിയമിക്കുകയും
അതിനെ എപ്പോഴും ആചരിക്കണമെന്ന വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ മുറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാനുഗുണവും ഓർത്തുകൊണ്ട് അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങളിതിനെ ചെയ്യുന്നു. ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മെശിഹ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിനും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് നീ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും യാചിച്ചുകൊണ്ട് താഴ്മയുള്ള ഹൃദയത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ വലിയ കരുണകളിലല്ലാതെ സ്വന്തം രീതിയിൽ ആശ്രയിച്ചുകൊണ്ട് മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശയിൽ നിന്ന് നമ്പുതുരുക്കളെ പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവുന്നു. അതുകൊണ്ട് കരുണയുള്ള കർത്താവേ, നിങ്ങളുടെ പാപശരീരങ്ങളും ആത്മാവിലും നിന്റെ ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വിലയേറെ ശരീരത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളെപ്പോഴും വസിപ്പാനും ഞങ്ങൾക്ക് അവന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യേണ്ടെന്ന് കൃപാതരണമേ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ
വന്ന വിശ്വാസത്തോടെ വാങ്ങി ഭക്ഷിക്കുകയും
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സക്രമന്ത വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തി നിമിത്തമായ ദൈവമേ, വിശുദ്ധ കർമ്മങ്ങളെ ക്രമമായി കൈക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ പുത്രൻ ഒടുവിൽ വിശ്വാസം ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുകയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ആരാധനയുടെ അവസാനമായ ജ്ഞാനകീർത്തനങ്ങളിൽ 253 കീർത്തനം.
സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ആരാധിപ്പാനും അങ്ങയുടെ ദിവ്യമായ വചനങ്ങളെ ശ്രവിപ്പാനും ശരീരരക്തങ്ങൾക്ക് ഓഹരിക്കാരായി തീരുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെയും നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും അനേകർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാനും കർത്താവ് നീ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ശക്തീകരിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ ആരാധിപ്പാൻ കർത്താവ് ബലഹീനരായ ഞങ്ങളെ നീ ഒരുക്കി, ഞങ്ങളെ ആരാധിച്ചു. ഞങ്ങൾ നിറഞ്ഞ മനസ്സും ഹൃദയമായിട്ട് ഈ ആലയം വിട്ട് കടന്നു പോകുന്നു. നിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണമേ. ഞങ്ങൾ പോകുന്നിടത്തൊക്കെയും നിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സഹായത്തിൽ കർത്താവെ ആശ്രയിച്ച് ഉറപ്പോടെ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഞങ്ങളുടെ പ്രിയമുള്ളവരെ നീ കാത്തു പരിപാലിക്കണമേ. ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കുവാൻ കഴിയാതിരിക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. ഭവനങ്ങളിൽ ആരാധിക്കുന്ന അനേകരുണ്ട്, അവരെയും ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ. വീണ്ടും ഞങ്ങൾ കൂടി വന്ന് നീ ആരാധിക്കുന്ന നിമിഷം വരെ ഞങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ എല്ലാ വഴികളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോട് പോകാം. ആമേൻ.